അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ സേമിയ ഉപ്പുമാവ് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അപ്പൊ അതിനായിട്ട് മമ്മി ഇവിടെ ഗ്യാസ് കത്തിച്ചിട്ട് ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ പലഹാരത്തിന് വെളിച്ചെണ്ണയെക്കാളും ടേസ്റ്റ് ഉണ്ടാവുക സാധാരണ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വെറും ഓയിലാണ് കേട്ടോ. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ കടുക് നല്ല രീതിയിൽ പൊട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പ്, കുറച്ച് കടലപ്പരിപ്പ്, ഇത് രണ്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഉണ്ടാക്കി ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇത് ഇട്ടാൽ നല്ല ടേസ്റ്റാണ്, നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില. ഇപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത ഉഴുന്ന് പരിപ്പും കടലപ്പരിപ്പൊക്കെ നല്ല രീതിയിൽ മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾക്ക് ഇതിലേക്ക് ഒരല്പം അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇതും നല്ല പോലെ ഒന്ന് മൂത്ത് വരണം. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കുറച്ച് കപ്പലണ്ടി, ഇതിപ്പോൾ തോലില്ലാത്തതാണ്. തോലോട് കൂടിയിട്ടുള്ള കപ്പലണ്ടി ഇട്ടാലും ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ചേർക്കാം, അല്ലെങ്കിൽ അത് ഇട്ടാലും ഒരു പ്രശ്നമില്ല. അപ്പം അത് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി മൂത്ത് ഉഴുന്നൊക്കെ മൂക്കുമ്പോഴത്തെ ഒരു പ്രത്യേക മണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു വലിയ സബോള പൊടിയായിട്ട് അരിഞ്ഞതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 പച്ചമുളക് ചെരിച്ച് അരിഞ്ഞതാണ്, അതും ഒരു കുഞ്ഞ് പീസ് ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ പൊടിയായിട്ട് അരിഞ്ഞതാണ് ഇഞ്ചി. നന്നായിട്ട് വഴറ്റിയെടുക്കും. ഇപ്പോൾ നമ്മുടെ സബോളയും പച്ചമുളകും ഇഞ്ചിയൊക്കെ നല്ല രീതിയിൽ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു കളറ് മാറ്റം ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിട്ടാൽ നമ്മുടെ ഉപ്പുമാവ് നല്ല കളർഫുള്ളായിരിക്കും. പിന്നെ നമ്മൾ അത്യാവശ്യം ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസൊക്കെ ചേർക്കുന്നുണ്ട്. കുറച്ച് ബീൻസ്, ഒരല്പം ക്യാരറ്റ്, ഒരു തക്കാളിയുടെ പകുതി, വലിയ തക്കാളിയായിരുന്നു. തക്കാളി ഇതിനകത്ത് ഒരുപാട് ഇടരുത് കേട്ടോ. അപ്പോൾ ബീൻസും ക്യാരറ്റൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം ഇട്ട് കൊടുക്കുക. ഇത് നല്ലപോലെ മഞ്ഞൾപ്പൊടിയൊക്കെ നല്ലപോലെ മൂത്തുണ്ട്. മമ്മി ഇതിലേക്ക് ബീൻസ് അരിഞ്ഞത് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ക്യാരറ്റ്, രണ്ടും കൂടെ നല്ലപോലെ വഴറ്റാം. ഇനി നമ്മൾ അരിഞ്ഞ് വെച്ച ഒരു തക്കാളിയുടെ പകുതി നല്ല പൊടിയായിട്ട് അരിഞ്ഞതാണ്, അതും കൂടെ ഇട്ട് കൊടുക്കും. നല്ലപോലെ ഇളക്കുക. ഇനി നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് 1 കപ്പ് സേമിയാണ്. ഇത് റോസ്റ്റഡ് ആണ് കേട്ടോ, വറുത്ത സേമിയാണ്. വറുക്കാത്ത സേമിയാണ് നിങ്ങളുടെ കയ്യിലെന്ന് വെച്ചാൽ ഒന്ന് വറുത്തതിന് ശേഷം ചേർത്തോളൂ. അപ്പോഴാണ് നമ്മുടെ ഉപ്പുമാവിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഈ 1 കപ്പ് സേമിയയ്ക്ക് മമ്മി ഇപ്പോൾ ഇവിടെ ചേർക്കുന്നത് 1.5 ഗ്ലാസ് വെള്ളമാണ്. 1 ഗ്ലാസ് സേമിയയ്ക്ക് 1.5 ഗ്ലാസ് വെള്ളം. അതായത് നമ്മൾ ഇതിനകത്ത് വെജിറ്റബിളൊക്കെ ഇട്ടതുകൊണ്ട് അത് വേവാനായിട്ട് ഒരല്പം വെള്ളത്തിൻ്റെ ആവശ്യം കൂടുതൽ വരും. അപ്പോൾ അതുകൊണ്ട് 1.5 ഗ്ലാസ് തന്നെ ഒഴിക്കണം. ഏത് പാത്രം കൊണ്ട് നമ്മൾ അളന്നെടുക്കണോ അതേ പാത്രം കൊണ്ട് തന്നെ 1.5 പാത്രം വെള്ളം. ഇപ്പം മമ്മി ഇത് അളന്നെടുത്ത് വെച്ചതാണ്. ഈ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മുടെ പച്ചക്കറിയുടെ കളറൊക്കെ ഒന്ന് മങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ഒരു തരി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പുമാവിനും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇത് നല്ല പോലെ ഒന്ന് തിളയ്ക്കണം. ഇനി ഇതോടൊപ്പം തന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഉപ്പൊക്കെ ഇടുമ്പോൾ നിങ്ങൾ ആദ്യം ഒരുപാട് ഇടാണ്ട് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് തിളക്കട്ടെ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരല്പം മൂടി വെക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നല്ല പൊടിയായിട്ടാണ് മമ്മി അരിഞ്ഞിരിക്കുന്നത്, പെട്ടെന്ന് വെന്ത് കിട്ടും. വല്ലാണ്ട് അങ്ങോട്ട് കുഴഞ്ഞു പോകേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മുടെ ക്യാരറ്റും ബീൻസൊക്കെ ഇട്ടതിന് ശേഷം നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഏകദേശം ഒരു പകുതി വേവായിട്ടുണ്ട്. ഈ സമയത്ത് ഒരു ചെറുനാരങ്ങയുടെ പകുതി നീരാട്ടാ. ഇത് നമ്മളിത് ഒഴിക്കണമെങ്കിൽ നമ്മുടെ സേമിയ ഇട്ട് കഴിയുമ്പോൾ ഇങ്ങനെ കുഴഞ്ഞു പോവില്ല, ഇങ്ങനെ ഒലർന്ന് കിട്ടും നമുക്ക്. അപ്പോൾ ഒരുപാട് ഒഴിക്കരുത്. എന്താണെങ്കിൽ നമ്മളൊരു പകുതി തക്കാളി ചേർത്തിട്ടുണ്ട്, പിന്നെ ചെറുനാരങ്ങയുടെ നീര്. അപ്പോൾ ഒരുപാട് പുളി ഇതിനകത്ത് വരാൻ പാടില്ല. ഇനി നമുക്ക് നമ്മുടെ സേമിയ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം.
ഇനി നമ്മുടെ തീയൊന്ന് സിമ്മിലേക്ക് മാറ്റാം. അതിനുശേഷം അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് അത്രേ വേണ്ടൂ. അപ്പോഴത്തേക്കും നമ്മുടെ സേമിയ റെഡിയായി കിട്ടും. ഇനി ഇതിൻ്റെ ഒപ്പം തന്നെ മമ്മി ഒരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. ഇത് വറുത്ത റവയാണ്. ഇതിൽ നിന്ന് ഒരു സ്പൂണ്, ഒരുപാട് കൂടരുത്. നമ്മുടെ ഈ വെള്ളമൊക്കെ ഇതിലേക്ക് പിടിച്ച് നമ്മുടെ ഉപ്പുമാവ് നല്ല രീതിയിൽ ഒലർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം ചെയ്യണത്. അപ്പോൾ ഒരുപാട് ഇട്ട് നിങ്ങൾ ഭയങ്കരമായിട്ട് കട്ടി കൂട്ടരുത്. ഒരു തരിയിടുണ്ട്, ഒരു സ്പൂണ് ഇത്രയ്ക്ക് വേണ്ടു. നമുക്കിതൊന്ന് തീ നല്ല രീതിയിൽ സിമ്മിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 3 മിനിറ്റ്, കഷ്ടി ഒരു 5 മിനിറ്റ്. അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് എന്തായിന്ന് നോക്കാം കേട്ടോ. ഇതാ വെള്ളമൊക്കെ വറ്റി നല്ല പാകത്തിനായിട്ടുണ്ട്. നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. കണ്ട, ഒട്ടും തന്നെ വെള്ളം കുടിച്ചിട്ടില്ല. നമ്മൾ ഒഴിച്ച വെള്ളം കറക്റ്റ് പാകം കേട്ടോ. ഇനി നമ്മൾ ഏറ്റവും ലാസ്റ്റായിട്ട് ഇതിലേക്ക് ഒരല്പം മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സേമിയ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്നും ഒരേ രീതിയിൽ ഉപ്പുമാവ് കഴിച്ച് മടുത്തവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി സ്കൂൾ തുറന്നു, പിള്ളേർക്ക് എല്ലാ ദിവസവും നമ്മൾ എന്താ ചെയ്തു കൊടുക്കാന്നുള്ള ടെൻഷനാണ്. ഉണ്ണീരെ ടെൻഷനൊക്കെ മമ്മിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഒരു തവണയെങ്കിലും മമ്മിയുടെ മക്കള് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ. ഒരു ആവി പോയതിന് ശേഷം മാത്രം നമ്മളിത് വിളമ്പിയാൽ മതി. അപ്പോൾ ഒന്നും കൂടി നമുക്ക് ഇത് ഒലർന്ന് കിട്ടും.